നമസ്കാരം. സൗഖ്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. വേദനിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ചിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ കരയുമ്പോൾ കൂടെയുള്ളവർ സന്തോഷിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് ഒരു കുഞ്ഞു ജീവൻ ലോകത്തിലേക്ക് പിറവിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൈനക്കോളജി വിഭാഗവും ഏറെ പ്രശസ്തവും പ്രാധാന്യവും അർഹിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മധ്യ കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് ചാരിറ്റിയിലായിക്കോട്ടെ, അവിടെ കൊടുക്കുന്ന സേവനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, മുൻപന്തിയിൽ നിൽക്കുന്ന ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഹോസ്പിറ്റലിൻ്റെ ഫ്ലോറിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പ്രഗത്ഭരായ രണ്ട് ഡോക്ടർമാരെയാണ്. ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ പാറ്റ്സി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു സൗഖ്യത്തിലേക്ക്. ഒപ്പം ഗൈനക്കോളജി വിഭാഗത്തെ പ്രൊഫസറും ദീർഘനാളത്തെ സേവന പാരമ്പര്യവുമുള്ള ഡോക്ടർ എം.എ. കുഞ്ഞമ്മ റോയ് അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സൗഖ്യത്തിലേക്ക്. നിങ്ങൾ രണ്ടുപേരും ഏകദേശം 3 ദശാബ്ദക്കാലത്തായി ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പം ഒരുപാട് പിറവികൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ വേദന കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളെ അറിഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നിസ്സഹായരായിട്ടുണ്ട്. അതൊരു പക്ഷേ ആ ഗവൺമെൻറ് സെക്ടറിലെ നമ്മുടെ ചില പരിമിതികൾ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഔന്നത്യം? ഗവൺമെൻറ് സെക്ടറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് സൗകര്യങ്ങളുമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഏതുവിധ ഗർഭാവസ്ഥയിലുള്ള കോംപ്ലിക്കേഷൻസും എടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെൽപ്പും കൺസൾട്ടേഷൻസും ഒക്കെ കിട്ടുന്നുണ്ട്. മാഡം എങ്ങനെ കാണുന്നു ഇവിടുത്തെ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ? അതെ, പാറ്റ്സി പറഞ്ഞ മാതിരി ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആളുകൾ വർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കയറിയ നാൾ മുതൽ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ആത്മീയ അന്തരീക്ഷം ഇവിടെയുണ്ട്. ആ ഒരു അന്തരീക്ഷത്തിൽ സമാധാനത്തോടും സ്വസ്ഥതയോടും കോൺഫിഡൻസോടും കൂടി വർക്ക് ചെയ്യാം എന്നുള്ളത് നാളുകൾ കൊണ്ട് നമുക്ക് മനസ്സിലായി. ഇവിടെ യാതൊരു പ്രഷേഴ്സ് ഫ്രം മാനേജ്മെൻറ്റ് സൈഡ് ഇല്ല. നമ്മൾക്ക് ഒരു ടാർഗറ്റ് തന്നിട്ട് ഇത്ര ഇൻകം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഡിസിഷൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണമെന്നോ ഒന്നുമില്ല. നമുക്ക് അക്കാഡമിക്കായിട്ട് പേഷ്യൻ്റ് ബെനിഫിറ്റ് തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. അത് നമ്മളെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ജൂനിയേഴ്സും അത് തന്നെ ആ രീതിയിൽ പഠിച്ചു പോകുമ്പോൾ ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമ്മളെ കണ്ടു നിൽക്കുന്ന സ്റ്റുഡൻസിനും അത് വളരെയധികം പ്രയോജനപ്രദമായി തീരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് ആദ്യമായിട്ട് വാക്കിൻ ചെയ്യുന്നത് ഒ പിയിലാണല്ലോ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്ത്. ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഹോസ്പിറ്റലിലെ ഗൈനക് ഒ പിയുടെ പ്രത്യേകത എന്താണ് മാഡം? ഈ കോവിഡ് ഇറയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ലൈനിൽ ഒരു സ്ക്രീനിങ് ഡെസ്ക് ഉണ്ട്. ആ സ്ക്രീനിങ് ഡെസ്കിൽ ഹൈ റിസ്ക് കാറ്റഗറി തപ്പിപ്പിടിക്കുന്നുണ്ട്. കാരണം അന്താരാഷ്ട്ര ട്രാവൽ ചെയ്ത് വന്നവരാണോ, അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരാണോ, വീട്ടിൽ പനിയോ ചുമയോ ഉള്ളവരുണ്ട്. ആ സ്ക്രീനിങ്ങിന് ശേഷം മാത്രമേ അവരെ 2ആയി തരം തിരിച്ച് ലോ റിസ്ക്, അതായത് വലിയ അണുബാധ സാധ്യതയില്ലാത്ത കോവിഡിൻ്റെ പശ്ചാത്തലം സാധ്യത കുറഞ്ഞവരെ ഒ പിയിലേക്ക് കടത്തിവിടുന്നു. അവിടെയാണെങ്കിലും നമ്മൾ ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങിലാണ് ഇരുത്തുന്നത്. മെജോറിറ്റി സിസ്റ്റേഴ്സ് ഫ്രീക്വൻ്റ്ലി എവറി ഹാഫ് ആൻ അവർ അവർ ഇൻറ്റേൺ പോയി നോക്കി മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നു. കുറച്ച് ബുദ്ധിമുട്ട് അവർക്കുണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ബൈസ്റ്റാൻഡറിനെ മാത്രമേ ഇരുത്തുന്നുള്ളൂ. പത്തനംതിട്ട DMOയുടെ നിർദ്ദേശപ്രകാരം ഗർഭിണികളെ ഒരു വശത്തും ഗൈനക്കോളജി വിഭാഗം ഒരു വശത്തുമായിട്ടാണ് ഇരുത്തി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞമ്മ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ടെൻഷൻ കൂടുതലുള്ള ആൾക്കാരാണ് ഗർഭിണികൾ. കാരണം ആദ്യമായിട്ട് മാതാവാവുന്ന ഒരാളെ പോലെ തന്നെയാണ് മൂന്നാമത് മാതാവാവുന്ന ഒരാളുടെ കാര്യവും. നമ്മുടെ ലേബർ റൂം എത്രത്തോളം ഇതിന് എക്യുപ്ഡ് ആണ്? ആക്ച്വലി ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആൻറ്റിനേറ്റൽ ഗർഭസ്ഥാവസ്ഥയിൽ നമ്മൾ പറയുന്ന ഫ്രീക്വൻസിയിൽ അവർ ചെക്കപ്പിന് വരുമ്പം നമ്മളൊരു ആൻറ്റിനേറ്റൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പേഷ്യൻറ്റിനെയും അവരുടെ കൂടെ പ്രസവ സമയത്ത് അവർക്കൊരു കമ്പാനിയൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരാണോ ഇരിക്കാൻ ആഗ്രഹിക്കും, ഭർത്താവാകാം അല്ലെങ്കിൽ അമ്മയാകാം, ധൈര്യമുള്ള ആരാണ്, അവരെയും കൂടെ ഇരുത്തി ഈ ആൻറ്റിനേറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥാവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും
പ്രസവത്തിന് നമ്മൾ എന്താ ചെയ്യുക, വേദന വന്നില്ലെങ്കിൽ എങ്ങനെയാണ് വേദന ഉണ്ടാക്കുന്നത്, അതിന് എത്ര നേരം വെയിറ്റ് ചെയ്യണം, ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെ ആൻറ്റിനേറ്റൽ ക്ലാസ്സിൽ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സംശയങ്ങളെല്ലാം ഓൾമോസ്റ്റ് ദൂരീകരിച്ചതിന് ശേഷം തന്നെയാണ് അവരെ ലേബർ റൂമിൽ കയറ്റുന്നത്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു കമ്പാനിയൻ, ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ കൂടെ നിൽക്കുമ്പോൾ നമുക്കും വളരെ സുഖമാണ്. കാരണം അവർ നിൽക്കുമ്പോൾ അവർ കാണുന്നുണ്ട് നമ്മൾ എത്രത്തോളം കെയർ കൊടുക്കുന്നുണ്ട്. ആ സ്വന്തക്കാർ നിൽക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ഭയങ്കര കംഫർട്ടല്ലേ. അപ്പോൾ തന്നെ ലേബർ പ്രോഗ്രസ് ചെയ്യാൻ പാറ്റ്സി പറഞ്ഞു സിസേറിയൻ റേറ്റ് നമ്മൾക്ക് ഇവിടെ കുറവാണെന്ന്. അപ്പോൾ കൂടുതലും വജനൽ ഡെലിവറി ആകാൻ തന്നെ അതൊരു കാരണമായി തീരുക ചെയ്യുന്നത്. അതൊരു എടുത്തു പറയേണ്ട കാര്യമാണല്ലോ, സിസേറിയൻ റേറ്റ് കുറവാണ് ഇവിടെ. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പ്രൈമറി സിസേറിയൻ റേറ്റ് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ നമ്മൾ ലേബർ റൂമിനകത്ത് കയറി കഴിയുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ബിലീവേഴ്സിൻ്റെ ലേബർ റൂമിൻ്റെ പ്രത്യേകതകളെന്ന് പറയാം. ബിലീവേഴ്സ് ലേബർ റൂമിൽ അവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ട്രയാജ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂമുണ്ട്. ഇപ്പോൾ പെയിൻ എന്ന് പറഞ്ഞിട്ട് വന്നു, ചിലപ്പോൾ ആക്ച്വൽ പെയിൻ കാണത്തില്ല. അങ്ങനെയുള്ളവരെ ആദ്യം ആ റൂമിൽ കയറ്റി അവരെ എക്സാമിൻ ചെയ്ത് അവരെ യഥാർത്ഥത്തിൽ അവർക്ക് ലേബർ പെയിൻ ആണോ ഇല്ലയോ എന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ട് ലേബർ പെയിൻ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കയറ്റുന്നു. അവിടെ നല്ല ബെഡ്സ് ഉണ്ട്, 1-to-1 അറ്റൻഷനുള്ള സ്റ്റാഫ് നഴ്സസ് ഉണ്ട്. അവിടെ ലേബർ പ്രോഗ്രസ് ചെയ്ത് ഇൻഡ്യൂസ് എന്താ നമുക്ക് അവരുടെ പ്രോസസ്സ് എന്നുള്ളത് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റേജ് അവിടെ നമുക്ക് ക്ലീൻ ലേബർ റൂമുണ്ട്. പിന്നെ എന്തെങ്കിലും സെപ്സിസ് ഒക്കെ ഉള്ള ഹെപ്പറ്റൈറ്റിസ് മുതലായ അസുഖങ്ങളുള്ളവർ അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഒരു ലേബർ റൂം ഉണ്ട്, സെപ്റ്റിക് ലേബർ റൂം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഐസൊലേഷൻ ലേബർ റൂമും ഉണ്ട് നമുക്ക്. അപ്പോൾ അവിടെ അതുകൂടാതെ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എന്ന് പറഞ്ഞല്ലോ, ലൈക്ക് BP ബ്ലഡ് പ്രഷർ ഒത്തിരി കൂടിയിട്ട് എക്ലാംസിയ ഫിറ്റ്സ് വരുന്നവർ, സിവിയർ ആയിട്ട് BP കൂടുന്നവർ, അപ്പോൾ അങ്ങനെയുള്ളവരെ കിടത്താൻ വേണ്ടി നമുക്ക് അതിനകത്ത് തന്നെ ഒരു ICU ഉണ്ട്, ഒരു എക്ലാംസിയ റൂം എന്ന് പറയാം. അവിടെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഉള്ള ഒരു ICU ഉണ്ട്. അപ്പോൾ അതിൽ അവരെ മാനേജ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ സപ്പോസ് ഒരു ബ്ലീഡിങ് കൂടുതൽ വന്നാലും അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും ട്രെയിനിങ്ങും ഉള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്, ലേബർ റൂമിലുള്ളത്. ലേബർ റൂം കോംപ്ലക്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എമർജൻസി തിയേറ്ററും ഉണ്ട്, നെക്സ്റ്റ് റൂമായിട്ട്. അപ്പം കുഞ്ഞിന്റെ ഒരു ഹൃദയടിപ്പ് താന്നു വന്നാൽ മിനിറ്റുകൾ എടുക്കത്തുള്ളൂ നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോകാനും തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനും. നമ്മുടെ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അത് ഏതൊരു തിയേറ്ററിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റെയും ആക്ച്വലി ഒരു നാഡീവ്യൂഹം എന്ന് പറയുന്നത് അവരാണ്. ഒരു HOD എന്ന രീതിയിൽ മാഡം എങ്ങനെ കാണുന്നു മാഡത്തിൻ്റെ ഡോക്ടേഴ്സ്, നഴ്സസ്, ടെക്നീഷ്യൻസ്, ഇങ്ങനത്തെ ഈ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഈവൻ അറ്റൻഡേഴ്സ്? ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആക്ച്വലി ആദ്യമായി സിസേറിയൻ ചെയ്തത് നമ്മുടെ ഇവിടെയാണ്. അന്ന് ടെസ്റ്റിംഗ് പോലും ഇല്ല, ക്വാറൻറ്റൈൻ മാത്രമുള്ള ഒരു സമയമാണ്. സെൻട്രൽ ട്രാവൻകൂറിൽ നിറയെ നഴ്സസ് വരാൻ പറ്റാതെ വന്ദേമാതരത്തിൽ വന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയിട്ട് വന്നപ്പോൾ പോലും ഒരു ഡോക്ടർ പോലും ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു റിലക്റ്റൻസും കാണിച്ചിട്ടില്ല. അവരെല്ലാവരും PPE ഇട്ട്, അന്ന് ടെസ്റ്റിംഗ് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പോലും എല്ലാ ഡോക്ടർമാരും ഒരു പ്രഷറും ഒരിടത്തു നിന്നും ഏത് മാസമായിരുന്നു അത്? ദാറ്റ് വിൽ ബി സംവെയർ ഇൻ മാർച്ച് 24 തുടങ്ങുന്ന സമയത്ത്. ഈവൻ പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിന് സജ്ജീകരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ഇവിടെയാണ് ചെയ്യേണ്ടി വന്നത്. ഇതിന്റെ അതർവൈസ് ഇപ്പോൾ കോവിഡ് അല്ലാതെ നമ്മൾ നോക്കിയാലും നമ്മളുടെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യമാണ്, വളരെ കമ്മിറ്റഡ് ആയിട്ട് പേഷ്യൻറ്റിന് വേണ്ടി അവരെ കെയർ ചെയ്യുകയും അവർ ഡിസ്കറേജ്ഡ് ആയിട്ടോ അല്ലെ വിഷമത്തിലിരിക്കുന്നവരുടെ അടുത്ത് ചെന്ന് കൗൺസിൽ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും നല്ല ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീമാണ് നമുക്ക് ലേബർ റൂമിലുള്ളത്. ഞാൻ ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. കാരണം ഈ ഗർഭിണികൾക്ക് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ടെൻഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ ഉള്ള ഭർത്താക്കന്മാർക്കും ഇതിന് പ്രഷർ കൂട്ടുന്ന മാതാപിതാക്കളും രണ്ട് സൈഡിൽ നിന്നുള്ളവർ, ഇവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ പെയിൻ വരുമ്പോൾ അപ്പോൾ അത് അവർക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ കാണുന്നതാണ്. അവർ വന്നിട്ട് സാരമില്ല മോളെ, ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും എന്ന് അവർ പോലും പറഞ്ഞു കൊടുക്കും. ഈ ലേബർ കമ്പാനിയൻ പോലും പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ അവരെ നമുക്കിവിടെ അത് പറയാൻ ആൾക്കാരുണ്ടോ? കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടോ? ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ശരിക്കും അവർ നഴ്സിംഗ് മാത്രമല്ല ചെയ്യുന്നത്, അവരൊരു ഫാമിലി മെമ്പർ പോലെയാണ് ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഞങ്ങളുടെ നഴ്സിംഗിൻ്റെ ലീഡർ സിസ്റ്റർ ആൻസമ്മയുടെ ഗ്രൂപ്പ് വളരെ ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് അവരുടെ കീഴിൽ. അവരെന്നും പീരിയോഡിക്കായിട്ട് ദേ സയൻറ്റിഫിക്കലി അപ്ഡേറ്റ് ദംസെൽസ് ആസ് വെൽ ആസ് ദേ ആർ വെരി കമ്പാഷനേറ്റ് ടുവേർഡ്സ് ദ പേഷ്യൻ്റ്. സ്കാനുകളൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്കാനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
നമുക്ക് ഒ പിയിൽ തന്നെ ഒരു അൾട്രാസൗണ്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നോക്കാം, കൺസൾട്ടൻസിന് എല്ലാവർക്കും നോക്കാവുന്ന ഒരു സ്കാൻ മെഷീൻ ഒ പി ഡിയിൽ തന്നെ ഒരു റൂമിൽ വെച്ചിട്ടുണ്ട്. അതാ നമുക്കൊരു സ്ക്രീനിങ് സ്കാനിന് വേണ്ടി അത് യൂസ് ചെയ്യുന്നു. പക്ഷേ നമുക്കൊരു ലെവൽ 3 സ്കാൻ വേണം, ലൈക്ക് 12 വീക്സിൽ നമ്മളൊരു NT സ്കാൻ വേണം, പിന്നെ ഒരു അനോമലി സ്കാൻ അറൗണ്ട് 20 വീക്സ് ഉണ്ട്. അതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു ലെവൽ 3 അൾട്രാസൗണ്ട് മെഷീൻ നമുക്കുണ്ട്, ആ സ്കാനിങ് ഉണ്ട്. അത് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് അത് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, കുറച്ച് മുമ്പേ നമ്മൾ ഒ പിയെ കുറിച്ച് പറയുണ്ടായല്ലോ, അതിനുശേഷം പെട്ടെന്ന് നമ്മൾ ലേബർ റൂമിലേക്ക് കയറി. ഒ പിയിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ട് നമുക്ക് ഗൈനക്കോപ്പിയിൽ? ഗർഭിണികളെ നോക്കുന്നതിൽ തന്നെ ഹൈ റിസ്ക് ഒ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയരോഗ സംബന്ധമായി ജന്മനാലുള്ള ഹൃദയ വൈകല്യങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ ഭിത്തിയിലുള്ളത് അല്ലെ വാൽവിലുള്ളത്, ഓപ്പറേറ്റഡ് കൺജെനിറ്റൽ ഹാർട്ട് ഡിസീസസ്, കരൾ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, കടുത്ത പ്രമേഹമുള്ള രോഗികൾ, രക്തസമ്മർദ്ദം അധികമായി കൂടിയ അങ്ങനെയുള്ളവരെയാണ് ഹൈ റിസ്ക് ക്ലിനിക്ക്. അങ്ങനെ ഒരു ഹൈ റിസ്ക് ക്ലിനിക്ക് വിഭാഗം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. പിന്നീട് അത് ഏത് സമയത്ത് വരുമ്പോഴും അവർ അവിടെ ആയിരിക്കും. എല്ലാ ദിവസവും ഉണ്ട് താനും അവർ. പിന്നീടുള്ളത് നമുക്ക് വേറെ ഉള്ളത് അഡോളസെന്റ് ക്ലിനിക്ക്, അതായത് ചെറിയ കുട്ടികൾ, സ്കൂൾ ഗോയിങ് കുട്ടികളിൽ ഇപ്പോൾ ഒബീസിറ്റി, PCOS ഒക്കെ വളരെ കൂടുതൽ അഡോളസെന്റ് ക്ലിനിക്കുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞവർക്കുള്ള പോസ്റ്റ്നേറ്റൽ ക്ലിനിക്കുണ്ട്. വെൽ വുമൺ ക്ലിനിക്, അതായത് മെനപ്പോസ് കഴിഞ്ഞവർക്കുള്ള വെൽ വുമൺ ക്ലിനിക്കുകളും ഉണ്ട്. ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ടും അതിനുവേണ്ടി മെനപ്പോസൽ ക്ലിനിക് എന്ന് പറയും. ഗൈനക്കോങ്കോളജി ക്ലിനിക്കും ഉണ്ട് നമുക്ക്, ജനറൽ ഗൈനക്കോളജി ക്ലിനിക്കും ഉണ്ട്. പ്രസവ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കെയർ പ്രസവ സമയത്ത് നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനൊരു വേരിയേഷൻ വരുത്താതെ, അല്ലെങ്കിൽ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്യിക്കുന്നു. അപ്പം നമ്മൾ ആ ഡെലിവറി ചെയ്യിക്കുന്ന സമയത്തിന് പേഷ്യൻറ്റിനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നിയോനറ്റോളജി യൂണിറ്റ് എന്ന് പറയുന്നത് ലേബർ റൂമോട് അറ്റാച്ച്ഡാണ്. അപ്പോൾ അവരെ ഇൻഫോം ചെയ്യുന്നു, അവർ രണ്ടുപേരെങ്കിലും വന്ന് റെഡിയായി നിൽക്കുക ഈ റീസസിറ്റേഷൻ, അതായത് കുഞ്ഞിന് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിനെ റീസസിറ്റേറ്റ് ചെയ്യാനും, ഇല്ലെങ്കിലും ആ ഇമ്മീഡിയറ്റ് നിയോനറ്റൽ കെയർ കൊടുക്കാൻ വേണ്ടി അവരവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്യും. സിസേറിയൻ ആണെങ്കിലും ശരി, നോർമൽ ഡെലിവറി ആണെങ്കിലും അവർ വരും. അപ്പം നമ്മൾ ബേബി എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുന്നു. അവരെ എല്ലാം നോക്കി, പിന്നെ ടൈമും എല്ലാം നമ്മൾ നോക്കി ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ തൊട്ട അടുത്ത് തന്നെയാണ് നിയോനറ്റോളജി യൂണിറ്റ്, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. വളരെ സിക്കായിട്ടുള്ള ബേബീസൊക്കെ ഉണ്ടെങ്കിൽ അവർ നിയോനറ്റോളജിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും, പിന്നെ നമുക്ക് വെന്റിലേറ്റേഴ്സ് ഉണ്ട് അവിടെ, 20 ബെഡ്സ് ഉണ്ട്, 4 വെന്റിലേറ്റേഴ്സ് ആൻഡ് 2 CPAPs അവിടെ അവൈലബിളാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നിയോനറ്റോളജിസ്റ്റ് ഉണ്ട്. അവരുടെ കെയറിൽ ഈവൻ പ്രീ ടേം ബേബീസ് പോലും, നമ്മുടെ ഇവിടെ 700 grams ഉള്ള ബേബി കൂടെ ലൈവായിട്ട് വെളിയിൽ പോയി അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ. അതെ, അങ്ങനെ അവർ നല്ല കെയർ കൊടുക്കുന്നു. ബൈസ്റ്റാൻഡേഴ്സിന് കൂടെ അവർ വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ബേബിയെ അവിടെ തന്നെ റിറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ മദറിനെ അവിടെ കൊണ്ടുപോയി ഫീഡ് ചെയ്യിക്കുന്നു. അങ്ങനെ നിയോനറ്റോളജി യൂണിറ്റ് നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ബാക്കപ്പ് അത്. അതുപോലെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു വലിയൊരു കോംപ്ലക്സ് ആണ് ആക്ച്വലി, തിയേറ്റേഴ്സ് എല്ലാം കൂടി. അത് വാസ്തവമാണോ? ആക്ച്വലി ലേബർ റൂമിൽ അടുത്തുള്ള തിയേറ്റർ ആ കോംപ്ലക്സ് അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് 4th ഫ്ലോറിൽ ഒരു വലിയ തിയേറ്റർ കോംപ്ലക്സ് ആണ് നമുക്കുള്ളത്. അവിടെ 9 തിയേറ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ എമർജൻസി തിയേറ്റർ ഫോർ ജനറൽ പർപ്പസ് വേറെ കാഷ്വാലിറ്റിയുടെ അവിടെയുണ്ട്. ഇതിൽ നമുക്ക് ഗൈനക്കോളജിക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ 2 തിയേറ്റർ, പിന്നെ ബാക്കി യൂറോളജി, സർജറി, ഓർത്തോ, ന്യൂറോ സർജറി, ഓഫ്താൽമോളജി, ENT അങ്ങനെ എല്ലാവരും ഉണ്ടാവും. എനി എമർജൻസി നമുക്ക് ജസ്റ്റ് ഒരു നെക്സ്റ്റ് ഡോർ ആണ്. വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പം ഞാൻ പ്രഷേഴ്സ് ഇല്ല ഫ്രം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പോലെ, ഇനി ഒരു എടുത്തു പറയത്തക്ക ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കാണുന്നത്, നമുക്കിപ്പോൾ നമ്മൾ സർജറി ചെയ്യുന്നു, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ബ്ലാഡറിനോ അല്ലെങ്കിൽ യൂറിറ്ററിനോ അല്ലെങ്കിൽ ബൗലിനോ വന്നാൽ അടുത്ത് തന്നെ അവരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അടുത്ത ടേബിൾ അവരെ വിളിച്ചാൽ നല്ല മനസ്സോടെ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് ആ ഒരു ബെനിഫിറ്റ്. വേറെ നമ്മൾ മെഡിക്കൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ദൂരെ നിന്ന് വിളിച്ചിട്ട് വരണം. ദൂരെ മീൻസ് ഡിപ്പാർട്ട്മെന്റ് അകലെ ആയതുകൊണ്ട്. അതുകൊണ്ട് അല്ല, ഒരു നോർമൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇത്രയും ദൂരമല്ല, വേറെ ഏതൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണം. അതിന് എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്. അപ്പോൾ എത്ര ചിലയിടത്തു നിന്നെല്ലാം തുറന്നിട്ട് ചെയ്യാൻ പറ്റാണ്ടൊക്കെ പല കേസുകളും, ഞങ്ങൾ രണ്ടുപേരും മെഡിക്കലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇൻ ആൻഡ് അറൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ഡിഫിക്കൽട്ട് കേസുകളെല്ലാം നമുക്ക് റെഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് എടുക്കുന്നതും. അതുകൊണ്ടാണ് വെൽ എക്യുപ്ഡ്
റൈറ്റ്, അതിന് യാതൊരു സംശയമില്ല. യാതൊരു സംശയമില്ലാത്ത കാര്യം. വി ആർ ഹാപ്പി ടു വർക്ക്. ഓക്കെ ഓക്കെ. അങ്ങനെ ഈവൻ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഗർഭിണികൾ പോലും കോവിഡ് പോസിറ്റീവായിട്ട് വന്നാൽ നമ്മൾ 9 മാസം കണ്ടിട്ട് അവർ കോവിഡ് പോസിറ്റീവായി നമുക്ക് വല്ലയിടത്തോട്ടും വിടാൻ പറ്റുമോ? നമുക്ക് നമുക്ക് മനസ്സിന് വളരെ വിഷമമുള്ള ഒരു കാര്യം. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ തിയേറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട് വിത്ത് നെഗറ്റീവ് പ്രഷർ, അങ്ങനത്തെയാണ്. സോ ദാറ്റ് ഇറ്റ് ഡസൻ ഗെറ്റ് ഇൻ ടു ദ അതർ ഡക്ട് സിസ്റ്റം. ഡോക്ടറെ, അതുപോലെ ഈ വന്ധ്യതാ ചികിത്സ ഇന്ന് ഇൻഫെർട്ടൈൽ ആൾക്കാർ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് അങ്ങനെ വേണമല്ലോ പറയാം. നമ്മുടെ ഇവിടെ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്ക് എത്രത്തോളം ഇഫക്റ്റീവാണ്? ആരംഭകാലം മുതലേ ഇവിടെ ഫെർട്ടിലിറ്റി ക്ലിനിക് ഉണ്ട്. ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഞങ്ങൾക്ക് മെയിൽ ഗൈനക്കോളജിസ്റ്റും ഉണ്ട്. അതുകൊണ്ട് മെയിൽ ഫാക്ടർ നോക്കാനൊന്നും വേറെ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. അറ്റ് പ്രസൻറ്റ് അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് IUI വരെ ഉള്ളൂ. പക്ഷേ IVF-നുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫെർട്ടിലിറ്റിയിൽ ഇതുവരെയുള്ള നമ്മുടെ ചികിത്സയിൽ നല്ല പ്രതീക്ഷയാണ് കണ്ടിരിക്കുന്നത്. നല്ല ഔട്ട്കം ഉണ്ട്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങളാണല്ലോ കുറച്ച് യൂട്രൈൻ സർജറീസ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ഫൈബ്രോയിഡ്സ് ആണെങ്കിലും സിസ്റ്റുകളാണെങ്കിലും ഈ കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വിഭാഗം എത്രത്തോളം ഉഷാറാണ്? ഗൈനക് സർജറി എല്ലാ ടൈപ്പ് സർജറിയും, കാരണം നമുക്ക് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. ഹൈ റിസ്ക് ആണെങ്കിലും ലോ റിസ്ക് ആണെങ്കിലും ഏത് ഗൈനക് പ്രോബ്ലം സർജറി വേണ്ടതാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമുക്ക് അതിനുള്ള എഫിഷ്യൻസിയും ഉള്ളവരാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. ലൈക്ക് എത്ര വലിയ ട്യൂമർ ആയിരുന്നാലും 5 കിലോ 10 കിലോ ഉള്ളതെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, അതുവരെ സൈസ് ഉള്ളത്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം നല്ല അനസ്തീഷ്യ ടീം, ഇൻട്രാ-ഓപ്പ് ആൻഡ് പോസ്റ്റ്-ഓപ്പ് മാനേജ്മെൻറ്റ് ഇസ് വെരി ഗുഡ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അതെല്ലാം എടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അഥവാ എന്തെങ്കിലും ഹൈ റിസ്ക് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് കൂടുതലും ലാബ് സർജറീസ് ആണോ ചെയ്യുന്നത് അതോ ഓപ്പൺ ആണോ? ഓപ്പൺ സർജറി ഉണ്ട്, ലാബ് വേണ്ടവർക്ക് ലാബ് ഉണ്ട്, ലാബ് ചെയ്യാവുന്നവർക്ക് ലാബ് ചെയ്ത് സർജറി. പിന്നെ എല്ലാ ക്യാൻസർ സർജറീസും ചെയ്യുന്നുണ്ട്. അതായത് യൂട്രസിന്റെയോ ഓവറിയുടെയോ ഫെലോപ്പിയൻ ട്യൂബിന്റെയോ സർവീസിന്റെയോ എല്ലാ ക്യാൻസർ സർജറീസും. അതിന് ഡയഗ്നോസിസ് പാർട്ട് എത്രത്തോളം ഉണ്ട്? നമ്മുടെ OP മുതലേ തുടങ്ങുമോ? അത് OP മുതലേ തുടങ്ങുമല്ലോ. അപ്പം നമ്മൾ അവിടെ നമുക്ക് CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്, അഡ്വാൻസ്ഡ് അൾട്രാസൗണ്ട് സ്കാൻ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഏകദേശം ബ്ലഡ് ടെസ്റ്റും ഇതെല്ലാം കൂടെ നമ്മളൊരു ട്യൂമർ ബോർഡിന് വെച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഡോക്ടറിന്റെ തീരുമാനമല്ല. ഈ ട്യൂമർ ബോർഡിൽ റേഡിയോളജിസ്റ്റ് ഉണ്ട്, പെത്തോളജിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ്, ജനറൽ സർജൻ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ കേസ് പ്രസൻറ്റ് ചെയ്തിട്ട് അതിന് ഫ്യൂച്ചർ ഏത് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് ഓങ്കോളജി വിഭാഗം സർജറി ചെയ്ത് പിന്നീട് അവർ വരുന്നതിന് മുമ്പ് തന്നെ ഈ പേഷ്യൻറ്റിനെ പറ്റി അറിവിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഡൗട്ടാണ്, ഇത് ബിനൈൻ ആണോ, അതായത് ക്യാൻസർ അല്ലാത്തതാണോ ക്യാൻസർ ആണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ തന്നെ പെത്തോളജിക്ക് ഇവിടെ ഫ്രോസൺ സെക്ഷൻ എന്ന് പറയും, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ പെത്തോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചേക്കും ഈ പേഷ്യന് ഫ്രോസൺ സെക്ഷൻ വേണ്ടി വരുമെന്ന്. അപ്പോൾ ആ ട്യൂമർ എടുത്തിട്ട് ഉടൻ തന്നെ പെത്തോളജിയിൽ എത്തിക്കുന്നു, അവർ വിതിൻ ഹാഫ് ആൻ അവർ നമുക്ക് റിപ്പോർട്ട് തരുന്നു. അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി എക്സ്റ്റൻസീവ് സർജറി ചെയ്യാം, ക്യാൻസർ അല്ലെങ്കിൽ ഇലാബറേറ്റ് സർജറി ചെയ്യുന്നു. അങ്ങനെ പിന്നൊരു ഓപ്പൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വെരി ട്രൂ. സർജറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓഫ് കെയറോ? പോസ്റ്റ് ഓഫ് കെയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി നമുക്ക് തിയേറ്ററിൻ്റെ ആ കോംപ്ലക്സിൽ തന്നെ ഒരു റിക്കവറി റൂം ഉണ്ട്, അവിടെ കുറേ ബെഡ്സ് ഉണ്ട്. അവിടെ ആകുമ്പോഴത്തേക്കും 24 hours അറ്റൻഷനാണ്. അപ്പോൾ കുറേ സ്റ്റാഫ് ഉണ്ട് അവിടെ. ഇനി കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടോ? ഡ്യൂട്ടി അനസ്തറ്റിസ്റ്റിന്റെ ഹെൽപ്പും അവിടെ അവൈലബിൾ ആണ് പേഷ്യന്റ്. കാരണം അനസ്തീഷ്യയുടെ ഇമ്മീഡിയറ്റ് കഴിഞ്ഞുള്ള മണിക്കൂറുകളായിരിക്കുമല്ലോ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ്. റിക്കവറി ടൈമിൽ ഡ്യൂട്ടി അനസ്തറ്റിസ്റ്റിന്റെ ഹെൽപ്പും ആ സമയം അവിടെ കിട്ടുന്നത്. ഇൻ കേസ് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹൈ റിസ്ക് കേസ് ആണ് ചെയ്യുന്നത്, ലൈക്ക് ഹാർട്ട് ഡിസീസോ അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ചെയ്തതെങ്കിൽ അവർക്കൊരു ICU കെയർ വേണമെങ്കിൽ അതും നേരത്തെ തന്നെ ICU ബെഡ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് അഡ്ജസ്റ്റൻ ടു ദ തിയേറ്റർ ആണ്, ഒരു കോറിഡോർ കഴിഞ്ഞ ഉടനെ തന്നെ ICU ആണ്. അവിടെ ഇൻറ്റൻസീവിസ്റ്റിൻ്റെ നല്ല ബെറ്റർ കെയർ അവിടെ കിട്ടും. അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ല, സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈവനിങ്ങിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യും വാർഡിലേക്ക്, റൂമിലാണെങ്കിൽ പ്രിഫറബിളി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യും. ഈ ലേബർ റൂമിലത്തെ പോസ്റ്റ് ഓഫ് കെയർ എങ്ങനെയാണ്? ലേബർ റൂമിൽ നമ്മളൊരു 6 hours അസസറിൻ കഴിഞ്ഞിട്ടല്ല നോക്കുന്നത്. അവർ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വാർഡ് ഓർ റൂം അങ്ങോട്ടേക്ക് മാറ്റും. ഡെലിവറി കഴിഞ്ഞാൽ ഒരു യൂറിൻ പാസ് ചെയ്ത് ഒരു 2-3 hours ചെക്ക് ചെയ്തിട്ട് അത് ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ കെയർ കൊടുക്കുന്നത്. ബിക്കോസ് അവിടെ നഴ്സറി അടുത്തായത് കാരണം കുഞ്ഞിനെ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യിപ്പിക്കാൻ ഒരു ഡിലേയും വരുത്താതിരിക്കാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നമുക്കും പ്രേക്ഷകർക്കും ഏറെ സന്തോഷകരമായിട്ട് തോന്നുന്നത് ഇവിടുത്തെ ഇത്രയും വലിയൊരു ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെയും ഒക്കെ പുറമേ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും കൂടി ഉണ്ടെന്നുള്ളതാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഡോക്ടർമാരുടെ കാര്യം കൂടെ ചിന്തിക്കാം.
അപ്പോൾ എന്താണ് ഈ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തുകൊണ്ട് അവർ നിങ്ങളുടെ ഗൈനക്കോളജി വിഭാഗത്തെ ചൂസ് ചെയ്യണം? ഞങ്ങളുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനിവിടെ പ്രവേശിച്ച കാലം മുതൽ ഒബ്സർവ് ചെയ്തിരുന്ന ഒരു കാര്യം, ഈ മാനേജ്മെൻറ്റിന് തന്നെ മോട്ടോ എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ഹോപ്പ് ആൻഡ് ഹീലിംഗ് ബൈ ലവ് ആൻഡ് കമ്പാഷൻ എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കൂടെ നമുക്ക് റിമൈൻഡേഴ്സ് ഉണ്ട്. നമ്മൾ ഡയറക്ടർ ആണെങ്കിൽ അതിലുള്ള മെസ്സേജസ് തരുന്നുണ്ട്, നമുക്ക് ചാപ്പിളിലെ മെസ്സേജസ് കിട്ടുന്നുണ്ട്, കൂടെ നമുക്ക് അങ്ങനെയുള്ള എൻകറേജിങ് ആയിട്ടുള്ള മെസ്സേജസ് കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു വേയിൽ, അതായത് പേഷ്യൻസിനോട് കമ്പാഷനോടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന് ഒത്തിരി ഒരു ഹീലിംഗ് കിട്ടുന്നുണ്ട്, ഒത്തിരി ഫീഡ്ബാക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ എത്രത്തോളം അവരെ കെയർ ചെയ്യും, നമ്മളുടെ ആ മെഡിക്കൽ നോളജ് മാത്രമല്ല, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അവരോടുള്ള ഒരു സിമ്പതി ഒരു എമ്പതി, അത് അങ്ങനെ എമ്പതി നമുക്ക് വളർന്നു വരുന്നു, ബോണ്ടേജ് വരുന്നുണ്ട്. അവരുടെ പ്രോബ്ലം സെക്ടറിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതാണ് ആ ഡിഫറൻസ്. ഇത്തരം കെയറിങ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു നല്ല ടീമിനെ ലീഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. സൗഖ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇത്രയും ഹൃദ്യമാക്കിയ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഡോക്ടർ പാർസി മാഡത്തിനും ഡോക്ടർ കുഞ്ഞമ്മ മാഡത്തിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നാം കേട്ടല്ലോ ബിലീവേഴ്സ് ചർച്ച് ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. സ്കിൽ മാത്രം പോരാ, ടെക്നിക്കൽ സപ്പോർട്ട് മാത്രം പോരാ, ഒപ്പം മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹം മഴയായി നൂലിഴകളായി പെയ്തിറങ്ങണം. അപ്പോഴേ ഒരു പേഷ്യൻറ്റിനോട്, ഒരു രോഗിയിലേക്ക് നമുക്ക് സന്നിവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മധുസൂദൻ നായരുടെ വരികളെ കടമെടുത്താൽ, ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. ഒരു ശിശുവും കരയാതിരിക്കട്ടെ, പുതിയ ജന്മങ്ങൾ വരുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് വരട്ടെ, നമുക്ക് സന്തോഷിക്കാം. ഇനിയും കണ്ടുമുട്ടാം സൗഖ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ. അതുവരെ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു.